ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ നോമ്പിനൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ മാവ് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കിയത്. അപ്പോൾ പഫ്സിൻ്റെ ഒക്കെ ഒരു രുചിയിൽ ചിക്കനൊന്നും ഇല്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആക്കിയിട്ട് റെഡിയാക്കി എടുത്ത ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ലെയേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാവൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് വെള്ളം കൂടി പോയാൽ നമുക്കിത് അടിച്ചെടുക്കാൻ പറ്റില്ല. ഇനി മിക്സിയുടെ ജാറിലേക്ക് സ്വല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുക. ഇനി ആ മാവിൻ്റെ പകുതി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താൽ ഇത് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ പകുതി ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2-3 പ്രാവശ്യം ഒന്ന് നിർത്തി അടിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മാവ് ഞാൻ 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിർത്തിയിട്ട് 2-3 പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതി. മിക്സിയിലൊന്നും ഇത് പിടിക്കൊന്നുമില്ല. നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കൈവച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ബാക്കിയുള്ള മസാല ഫില്ലിങ് തയ്യാറാക്കുന്നത് വരെ നമുക്ക് ഈ മാവൊന്ന് അടച്ച് വെക്കാം. ഇനി ഇവിടെ മസാല ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി ഒരു സ്വല്പം ഓയിൽ, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ എഗ്ഗ് ഒന്ന് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഈ എഗ്ഗിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്കതൊന്ന് കോരി മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് സോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു 2 സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്കതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതുകൊണ്ട് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞളും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പൊട്ടറ്റോയും ഒരു ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തതുകൊണ്ട് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഫില്ലിംഗ് ഒന്നും ഇല്ലെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇവിടെ മിക്സിയിൽ അടിച്ചെടുത്ത മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം പിന്നെ കുഴച്ചെടുത്തിട്ടൊന്നുമില്ല, ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇതൊന്ന് ബോൾസാക്കി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 15 പത്തിരിയായിട്ടാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഓയിൽ കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഷീറ്റിലേക്ക് ഈ കോൺഫ്ലോറിൻ്റെ മിക്സ് കുറേശ്ശെയായിട്ട് തേച്ച് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഒരു 5 ലെയറായിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു 15 പത്തിരിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 5 ലെയറായിട്ട് 3 സെറ്റാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാ ഷീറ്റിലേക്കും കോൺഫ്ലോറിൻ്റെ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു 3 സെറ്റ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു 3 കപ്പ് മൈദയിൽ നിന്നും നമുക്കൊരു 25ഓളം സ്നാക്ക് നമുക്കിവിടെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ ഇതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ ഇത് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ലെയറുകളുള്ളതുകൊണ്ട് ഒരുപാട് കട്ടി കൂടി പോവണ്ട. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഒന്നുമില്ല, ഇതുപോലെ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്ക് ഒരു ഷീറ്റിൽ നിന്നും നമുക്കൊരു 8 സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡ് ഒന്ന് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഒരു പോക്കറ്റ് പോലെ ഒട്ടിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ആ എക്സസ് വരുന്ന ഭാഗം നമുക്ക് ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുത്താൽ മതി. എന്നിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ലെയറുകളായിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് നല്ല പഫ്സിൻ്റെ ഒക്കെ ഒരു രുചിയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബേക്ക് ചെയ്യാനൊക്കെ പറ്റാത്തവർക്ക് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കണ്ട. അപ്പോൾ നമ്മളിത് ലെയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്ന വിധത്തിൽ ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ എണ്ണയൊന്നും ഈ ഒരു സ്നാക്ക് കുടിച്ചിട്ടില്ല. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ തന്നെ ഇതിൻ്റെ ലെയേഴ്സൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കാണ്. ഈ ഒരു ഫില്ലിങ് ഈ ഒരു സ്നാക്കിലേക്ക് നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോമ്പിനായാലും ചായയുടെ ഒപ്പം കഴിക്കാനായാലും ഒക്കെ ഈ ഒരു അടിപൊളി സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്